ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നീക്കം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ഇത് നടക്കുന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 52 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ആയുധ ശേഖരവുമായി കപ്പൽ ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ട ഉടൻ തന്നെ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം ചുമതലയേറ്റ ഉടൻ ബംഗ്ലാദേശ് സൈന്യം വെടിമരുന്നും റാഫേലുകളും ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യവും ആഭ്യന്തര എതിർപ്പും കണക്കിലെടുക്കുമ്പോൾ മിക്ക രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു പ്രതികരണവും ബംഗ്ലാദേശിന് ലഭിച്ചിട്ടില്ലായിരുന്നു. ബംഗ്ലാദേശ് സർക്കാരിനുള്ള പാകിസ്ഥാൻ അനുകൂലികൾ പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായാണ് സംസാരിച്ചത്. എന്നാൽ ആയുധം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിനോട് ആദ്യം പണം നൽകാനാണ് പാകിസ്ഥാനും ആവശ്യപ്പെട്ടത്. 1971 ശേഷം ഇതാദ്യമായാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് നേരിട്ട് ആയുധം ആവശ്യപ്പെടുന്നതും. 50,000 വെടിയുണ്ടകളും 50 ടൺ RDX സ്ഫോടക വസ്തുക്കളും അടക്കമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അടുക്കുകയാണോ എന്നതിന്റെ സൂചനയാണോ ഈ കൈകൊടുക്കൽ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ചരക്കു കപ്പൽ ബംഗ്ലാദേശിന്റെ തെക്കു കിഴക്കൻ തീരത്ത് നങ്കൂരമിട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പനാമയുടെ പതാക വെച്ച യുവാൻ സിയാങ് ഫസൻ എന്ന കപ്പലാണ് കറാച്ചിയിൽ നിന്ന് ചിറ്റാഗോങ് തുറമുഖത്തെത്തിയത്. പാകിസ്ഥാൻ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള വസ്ത്ര വ്യാപാരത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. 5 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് ഒരു കപ്പൽ പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ബംഗ്ലാദേശിലേക്ക് എത്തുന്നത്. നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾ മറ്റു രാജ്യങ്ങളിൽ ഇറക്കിയ ശേഷം ഫീഡർ വെസലുകൾ വഴിയായിരുന്നു ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നത്. എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ഒരു പാക് കപ്പൽ ബംഗ്ലാദേശ് തീരത്ത് അടുത്തത്. പാക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിന് പിന്നാലെയാണ് കപ്പൽ ബംഗ്ലാദേശിലേക്ക് എത്തിയത്. ബംഗാൾ വിഭജനം മുതൽ തുടങ്ങിയതാണ് ബംഗ്ലാദേശിന്റെ ആധുനിക ചരിത്രം. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നത്. ധക്ക തലസ്ഥാനമായി കിഴക്കൻ ബംഗാളിലും കൽക്കട്ട ആസ്ഥാനമായി പടിഞ്ഞാറൻ ബംഗാളിലും. പക്ഷേ ശക്തമായ പ്രതിഷേധമാണ് അവർക്ക് നേരിടേണ്ടി വന്നതും. അതോടെ 1912 വിഭജനം റദ്ദാക്കുകയായിരുന്നു. 1947 ഇന്ത്യ പാക് വിഭജന സമയത്ത് ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാതിരുന്നിട്ടുകൂടി മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കിഴക്കൻ ബംഗാളിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി. പടിഞ്ഞാറ് ഭാഗം ഇന്ത്യയുടെ ഭാഗമായി തുടർന്നു. മതത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കിഴക്കൻ ബംഗാളിന്റെ അതിർത്തികൾ ഉണ്ടായിരുന്നത്. വിഭജനത്തിന് പിന്നാലെ പുതിയ അതിർത്തികൾക്ക് ഇരുവശത്തേക്കും വലിയ തോതിലുള്ള കുടിയേറ്റം നടന്നു. ഹിന്ദു ഭൂരിപക്ഷം ജില്ലകളിൽ നിന്ന് കിഴക്കൻ ബംഗാളിലെത്തിയ മുസ്ലിം ബംഗാളികൾക്കൊപ്പം ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് കുടിയേറിയിരുന്നു. ബംഗ്ലാദേശിലേക്ക് ഇന്ത്യക്ക് ഇരുവശവുമായി വിഘടിച്ചുപോയ പാകിസ്ഥാന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ദുർബലമായിരുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള ഭയമായിരുന്നു അവരുടെ പൊതു താല്പര്യം. ഉറുദുവും പഞ്ചാബിയും സംസാരിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനും ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ തുടക്കത്തിലെ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. സൈന്യത്തിലും ഭരണത്തിലും ഉറുദു പൊതുഭാഷയായി തന്നെ ഉപയോഗിക്കുന്നത് വഴി ഏകീകരണം സാധ്യമാകുമെന്നും ജിന്നയും അദ്ദേഹത്തിന്റെ ഉപദേശികളും അന്ന് വിശ്വസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.